രോമാ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈനംദിന നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസ് പാസ്റ്റർ മോൻസ് ജോൺ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അരോമാ ടി വിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഒരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മോൻസ് ജോണിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. ഈ സമയത്തിൽ അനുഗ്രഹീത ചാനലായ ആരോഗ്യ ടി വി ചാനലിലൂടെ അവസരത്തിനോട് ഞാൻ ശ്രദ്ധിക്കുകയും ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും ഇതിന്റെ ഗുണകരമായ എല്ലാ നടപ്പുകാർക്കും നാമത്തിൽ എന്റെ എന്റെ പേര് മോൻസ് ജോൺ ആണ്. കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് ഞാൻ കർത്താവിന്റെ മുഖത്തുമേൽ വേണ്ടി ചെയ്യുന്നു. എനിക്ക് ഭാര്യയും 3 മക്കളും ഉണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം എനിക്ക് ഭാഗ്യം നൽകിയ ഒരു കാലത്ത് ഈ ദൈവസ്നേഹത്തേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ ഈ ലോകത്തിന്റെ സ്നേഹിയായി കടന്നുപോയ സാഹചര്യത്തിൽ നിന്നും സ്വർഗത്തിലെ വലിയ സ്നേഹം എന്നെ തിരക്കി വരുവാൻ ഇടയായിത്തീർന്നു. ആ ദൈവസ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനുവാൻ എനിക്ക് ഭാഗ്യം നൽകി. എന്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ കുമ്പമിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയുള്ള മാതാപിതാക്കളുടെ 6 മക്കളിൽ മൂത്ത മകനായിട്ടാണ് ഞാൻ ജനിക്കുവാൻ ഇടയായിത്തീർന്നത്. ബാല്യകാലങ്ങളൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തിൽ ചിലവിടുവാൻ എനിക്ക് ദൈവം അവസരം നൽകി. എന്നാൽ യൗവനകാലത്ത് യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ സാധിക്കാത്ത ഈ ലോക സ്നേഹിയായി ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും സ്വർഗത്തിലെ വരുവിനാദൈവം എന്നെ തിരക്കി എന്നെ രക്ഷിപ്പാൻ ഇടയായിത്തീർന്നു. എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം പഠിക്കുവാനുള്ള ഒരു ജീവിത സാഹചര്യം എനിക്കില്ലായിരുന്നു. എന്നാൽ ഉപജീവനത്തിന് വേണ്ടി തയ്യൽ എന്ന് പറഞ്ഞ ഒരു കൈത്തൊഴിൽ ചെയ്തുകൊണ്ട് ഉപജീവനം കഴിക്കുവാൻ ആഗ്രഹിച്ച സാഹചര്യത്തിൽ ഒരു കൈത്തൊഴിൽ തിരക്കി തമിഴ്നാട്ടിലുള്ള തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാൻ എനിക്ക് അവസരമുണ്ടായി. അവിടെ കടന്നു തയ്യൽ തൊഴിൽ ചെയ്യുകയും ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾ എനിക്ക് സ്നേഹിതന്മാരൊക്കെ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. കൂടുതൽ സ്നേഹിതന്മാരും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരുന്നതുകൊണ്ട് ആ ഒരു ജീവിത നിലവാരത്തിലേക്ക് ഞാൻ തകരപ്പെട്ടു പോകുവാൻ ഇടയായി. അങ്ങനെ മദ്യപിക്കുവാനായി ബാർ ഹോട്ടലുകളിലൊക്കെ കടന്നു ചെന്ന് അവിടേക്ക് ഇരുന്നുകൊണ്ട് മദ്യപിക്കുകയും അപ്പോൾ തന്നെ ചെറുപ്രായം മുതൽ പാടുപാടുന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു ബാറിലൊക്കെ പാട്ടുകാരെത്തിയിരുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ക്രമേണ മദ്യവും മയക്കുമരുന്നുകളും ഒക്കെ എന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഒരു മദ്യം ലഭിക്കാത്ത, മയക്കുമരുന്ന് ലഭിക്കാത്ത, പെത്തലിൻ പോലുള്ള ഗുളികകൾ ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ ഒരു മാനസിക വിഭ്രാന്തി കാട്ടുന്ന ഒരുവനെ പോലെ ആയിരുന്നു എന്നെ. എന്റെ ജോലി നഷ്ടപ്പെട്ട അവസാനം തിരുപ്പൂർ ബസ് സ്റ്റാൻഡിൽ ചില ദിവസങ്ങൾ അന്തി ഉറങ്ങേണ്ട സാഹചര്യം എനിക്കുണ്ടായി. ആഹാരമില്ലാതെ വളരെ തകർന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഒരു പൈപ്പിന്റെ ചുവട്ടിൽ നിന്നും 3 ദിവസം വെള്ളമൊക്കെ കുടിച്ച് ഉപജീവിച്ച ഒരു സാഹചര്യം എനിക്കുണ്ട്. പണം നഷ്ടപ്പെട്ടവനായി ആഹാരം കഴിക്കുവാൻ പോലും നിവൃത്തിയില്ലാതെ ഒരു കാലഘട്ടത്തിലായിരുന്ന സാഹചര്യത്തിൽ യാദൃശ്യമായ ഒരു സ്നേഹിതൻ എന്നെ കാണുകയും മനോനിലവാരം അകലപ്പെട്ടതിനെ പോലെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ സ്വന്തം നാട്ടിലേക്ക് ഹൈറേഞ്ചിലെ കമ്പമിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മടക്കി അയക്കുവാൻ ഇടയായിത്തീർന്നു. നാളുകൾക്ക് ശേഷം സ്വന്തം ഭവനത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ മദ്യപാനശീലത്തിനടിമയായി ഞാൻ അത് ലഭിക്കാതെ മാനസിക വിഭ്രാന്തി കാട്ടുന്ന ആ അവസ്ഥയിൽ ജന്മം നൽകിയ മാതാപിതാക്കൾ പോലും പറയേണ്ട അവസ്ഥ ഇങ്ങനെയുണ്ടായി. അങ്ങനെ ഒരു മാനസിക രോഗിയെ പോലെ നിന്നെ കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല.
ഇതിനും ഭേദം നീ മരിക്കുകയായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്റെ ജീവിതം അധപ്പതിച്ചു പോകുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ എന്റെ ഒരു ബന്ധുവിന്റെ സഹായത്തോടുകൂടി കോട്ടയം ജില്ലയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് അവസരമുണ്ടായി. അവർ ദൈവവിശ്വാസികളായിരുന്നു. അവരുടെ ഭവനത്തിൽ പാർത്തുകൊണ്ട് വീണ്ടും ഉപജീവനത്തിന് വേണ്ടി ചെറിയ കൈക്കുറവുകൾ ഞാൻ ചുറ്റുകൊണ്ടിരിക്കുമ്പോൾ നിരാശയും വേദനകളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അങ്ങനെ ഈ ലോകത്തിൽ ഒന്നിനും പ്രയോജനമില്ലാത്തതിനായി എല്ലാം നഷ്ടപ്പെട്ടതിനെ പോലെ നിരാശ നിറഞ്ഞ ജീവിതത്തിൽ ഒരിക്കൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ കടന്നു വരികയും അങ്ങനെ ആത്മഹത്യ ചെയ്യുക എന്നുള്ള ചിന്തയോടുകൂടെ കോട്ടയം റെയിൽപാളത്തെ ലക്ഷ്യമാക്കി ഞാൻ കടന്നു പോകുവാനിടയായി. അങ്ങനെ പോയി നാഗമ്പട ബസ് സ്റ്റാൻഡിൽ ഞാൻ ബസ് ഇറങ്ങുമ്പോൾ ആരോ ലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഒരു ലഘുലേഖ ആ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഓടിച്ചിരുന്ന ആ സുവിശേഷ സന്ദേശം അടങ്ങുന്ന ലഘുലേഖ കയ്യിലെടുത്ത് ഞാൻ അത് വായിച്ചപ്പോൾ അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് എഴുതിയ ആ ലഘുലേഖയിലെ വരുന്ന സന്ദേശമാണ് എനിക്ക് വായിപ്പാൻ ഇടയാക്കുന്നത്. വീണ്ടും ആ ലഘുലേഖ ഞാൻ ആവർത്തിച്ച് വായിച്ചപ്പോൾ എന്തോ ഒരു സമാധാനം പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. എങ്കിലും ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞ് ജീവിക്കേണ്ട, എന്തിനാണ് ഇങ്ങനെ നിരാശ പറഞ്ഞ് ജീവിക്കുന്നത്, വരിക, ആത്മഹത്യ ചെയ്യാമെന്ന് ആരോ പറയുന്ന ഒരു അനുഭവം എന്റെ മനസ്സിൽ കടന്നു വരികയും അങ്ങനെ ഞാൻ ഓടി ചെന്നൊരു കാര്യം എന്റെ കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്ന ഞാനിങ്ങനെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ, ദൈവമേ, ലോകത്തിൽ എല്ലാ വസ്തുവിനും ഒരു ഉപയോഗമുണ്ട്. ഉപയോഗമില്ലാത്തതിനെ പോലെ ഞാൻ ആയിരിക്കുന്നു, അങ്ങനെയില്ല വേണമെന്ന് പറയണമേ, അല്ലെങ്കിൽ അടുത്ത ട്രെയിനിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ പറയുവാനിടയായി. പെട്ടെന്ന് എന്റെ ഉള്ളിൽ നിന്ന് ആരോ സംസാരിച്ചു: കാലാളുകളോട് കൂടിയിട്ട് കുതിരകളോട് എങ്ങനെ മത്സരിച്ചോളൂ, സമാധാനമുള്ള ദേശത്ത് നിർഭയനായിരിക്കുന്നു, യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും എന്നുള്ള ഒരു ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളിൽ, എന്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് അലയ്ക്കുകയും എന്റെ കാതുകൾ കുട്ടി അടയ്ക്കപ്പെടുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. ഇതെന്താണോ എന്നോ ആരാണ് എന്നോട് സംസാരിക്കുന്നതെന്നോ ഒന്നും മനസ്സിലാക്കാത്ത ഒരു നിലവാരത്തിൽ ആയിരുന്നു ഞാനെങ്കിലും ഏതൊരു അദൃശ്യ ശക്തി എന്നെ സ്പർശിക്കുന്നതായി എനിക്ക് അനുഭവിച്ചെടുക്കാനിടയായി. പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി: ദൈവത്തിന്റെ കരം എന്നെ സ്പർശിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുവാനിടയായി. ഞാൻ ആ കാര്യത്തിൽ എന്റെ കമ്പാർട്ട്മെന്റിൽ മുട്ടുമടക്കിയിട്ട് ദൈവത്തോട് എനിക്ക് ജീവിക്കുവാനുള്ള അവസരം നൽകിയിട്ടുള്ള അക്ഷിഷ്ടകാലം എന്റെ ഒരു മകനായി തീരുമാനം എനിക്ക് ആഗ്രഹമുണ്ട്, നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറയുവാനിടയായി. ആ പ്ലാറ്റ്ഫോമിൽ ആ റെയിൽ കമ്പാർട്ട്മെന്റിൽ ഞാൻ മുട്ടുകൂട്ടി ദൈവത്തോട് ഞാൻ പറഞ്ഞു: ദൈവമേ, നീ എന്റെ പാപത്തെ ക്ഷമിച്ചാൽ എന്റെ ഒരു മകനായി തീരുമാനം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനായിരിക്കുമ്പോൾ ഏതോ ഒരു അദൃശ്യ രൂപം എന്റെ ശരീരത്തിൽ നടന്നു പോകുന്ന അനുഭവം എനിക്ക് അനുഭവപ്പെടുവാനിടയായി. ഒരു അദൃശ്യ ശക്തി തന്നെ ഒരു രൂപത്തോടുകൂടെ മാറിപ്പോകുന്ന ഒരു അനുഭവത്തിലേക്ക് എനിക്കുണ്ടായി. എന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒക്കെ ഭാരം കുറയുന്ന അനുഭവത്തിലേക്ക് ഞാൻ മടങ്ങി വന്നു. എങ്കിലും മരിക്കണം എന്നുള്ള ചിന്ത ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ മടങ്ങി കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ അന്ന് സന്ധ്യയ്ക്ക് ഒരു കൺവെൻഷൻ യോഗം നടക്കുകയായിരുന്നു കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത്. കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു വന്നപ്പോൾ കേട്ടത് ഒരു പാട്ടാണ്: അഴിലേറും ജീവിതം അരിവിൽ നീ തലരകിലോ ഇനി സഹജ എന്നുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് ഞാൻ ആ ബസ്സിൽ നിന്ന് അവിടെ ഇറങ്ങുവാനും, അന്ന് അവിടെ കൺവെൻഷൻ യോഗം നടത്തിയത് പി ആശാരി എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസനായിരുന്നു. അദ്ദേഹത്തിന്റെ കൺവെൻഷൻ യോഗമാണ് അവിടെ നടന്നത്. യാദൃശ്യമായിട്ടാണ് ഞാൻ ഇവിടെ ചെന്നതെങ്കിലും ഞാൻ ആ കൺവെൻഷൻ പന്തലിലേക്ക് ഓടി ചെന്ന ഏറ്റവും അവസാനത്തെ നിലയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വചന സന്ദേശത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു: ഇന്നത്തെ പ്രസംഗം നിനക്ക് വേണ്ടിയാണ്, നീ ഇവിടെ വന്നതെല്ലാം ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് ഈ പ്രസംഗം കഴിഞ്ഞ് നീ കടന്നു പോകാവൂ എന്ന് അദ്ദേഹം പ്രസംഗിച്ച് അദ്ദേഹത്തിന്റെ ആ വചനത്തിന്റെ ദൂതുകൾ എന്റെ മനസ്സിൽ വളരെ ഒരു ചലനം ഉണ്ടാക്കുവാനും എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമെന്നും എനിക്ക് മനസ്സിലായി. അവസാനം അദ്ദേഹം പറഞ്ഞു: യേശുവിന് വേണ്ടി ബന്ധിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഓടി ആ സ്റ്റേജിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: സാറേ, ആ പാപിയെ മനസ്സിൽ ഞാനാണ്, സാറ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ആ അനുഗ്രഹിക്കപ്പെട്ട കർത്താവദാസന് ഉള്ള കയ്യിൽ ഒരുവണ്ണെ എടുത്തിട്ട് ശിരസിനെ ഭക്ഷണം ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇന്നലെ വരെ നീ പിശാചിനുള്ളവനായിരുന്നു, ഇന്ന് മുതൽ നിന്നെ യേശുവിന് വേണ്ടി വേർതിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ ഇടയായി. ആ സുവിശേഷ യോഗം സംബന്ധിച്ച് ഞാൻ മടങ്ങി വരുമ്പോൾ എന്റെ ഉള്ളിലെ ചിന്ത, ഇനി എങ്കിലും ഒരു ദൈവത്തിന്റെ മകനായി തീരണമെന്ന് ഞാൻ ആഗ്രഹത്തോടുകൂടെയാണ് ഞാൻ മടങ്ങി വന്നത്. അത് 1990
6-ൽ നടന്ന ഒരു സംഭവമാണ്. അതിനുശേഷം എനിക്ക് വിവാഹ ജീവിതങ്ങളൊന്നും സാധ്യമായി തീർന്നിരുന്നില്ല. കാരണം രക്തബന്ധങ്ങളായ പല പ്രിയപ്പെട്ടവർ പോലും ചോദിച്ചത്, മാനസിക രോഗിക്ക് ആര് കല്യാണം കഴിച്ചു കൊടുക്കും, വട്ടനാമ നടക്കുന്ന ഇതിന് ആര് പെണ്ണു കൊടുക്കും എന്നൊക്കെ ചോദിച്ച ഒരു അനുഭവത്തിൽ വളരെ വേദനാജനകമായ വാക്കുകളൊക്കെ പലരും കേൾക്കേണ്ട അനുഭവം ഉണ്ടായി. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവത്തിന്റെ ദാസന്റെ എന്നോട് സംസാരിക്കും. 1996 നവംബർ മാസം 14-ാം തീയതി എന്ന തീയതി നിനക്ക് എത്തുവാൻ സാധിക്കുമെങ്കിൽ അന്നേ തന്നെ ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആലോചനയായി പറഞ്ഞു. 1996 നവംബർ മാസം 14-ാം തീയതി തന്നെ ദൈവം എനിക്ക് ഒരു തുണയെ നൽകി തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായി ജീവിച്ച വരവെ വീണ്ടും അനവധി പ്രയാസകരമായ അനുഭവങ്ങൾ കടന്നു വന്നു. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവും എന്റെ ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവുമായിട്ട് ഞങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു അനുഭവത്തിലൂടെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. വളരെ ചികിത്സകളും ഒക്കെ കഴിച്ചുവെങ്കിലും അതിനൊന്നും സാധ്യമായി തരുന്നില്ല. എങ്കിലും ആ സന്ദർഭങ്ങൾ ഞാൻ ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരുന്നു. കുമ്പനാട് ബൈബിൾ കോളേജിലും മറ്റൊരു വേദ പഠനശാലയിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ 1999-ൽ കുമ്പനാട് ഷെബ്രോൻപുരത്ത് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ കടന്നു കോട്ടയം മുഹമ്മദ് മാപ്പിള ഹാളിൽ പ്രീമിയർ ബൈബിൾ വിതരണം ചെയ്യുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. യാദൃശ്യമായിട്ടാണ് ഞാൻ അവിടെ ചെന്നതിനും 50 രൂപ വില വാങ്ങി ഒരു ബൈബിൾ ഞാൻ വാങ്ങുവാൻ ഇടയായിത്തീർന്നു. എന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എന്നെ തെരുവിൽ നിന്ന് ശേഖരിച്ചവനാണ്. എന്റെ കാലഘട്ടത്തിന് ശേഷം ഈ പുസ്തകത്തിന് അനന്തരാവകാശിയായി നീ എനിക്കൊരു പുരുഷ പ്രജയെ നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അന്ന് ഇസ്രായേൽ ചരിത്രം എന്ന് പറഞ്ഞ ദൈവവചനം പഠിപ്പിച്ചത് ഫാസ്റ്റർ CB ജോണപ്പച്ചനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അബ്രഹാം, കെഹാത്ത്, അമ്രാം, മോശ, അങ്ങനെ 4-ാം തലമുറക്കാർ മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിലേക്കും ജനങ്ങളുമായി മടങ്ങി വന്നിട്ടുള്ള ചരിത്രം പഠിപ്പിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, നീ നിനക്ക് ഞാൻ ഒരു മകനെ നൽകി തന്നാൽ അവൻ 4-ാം തലമുറക്കാരനാകുമെന്ന് ദൈവാത്മാവ് സംസാരിച്ചു. ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞു, ദൈവമേ, നീ എനിക്കൊരു മകനെ നൽകി തന്നാൽ ഞാൻ അവന് മോസസ് എന്ന് പേരിടുമെന്ന് പറഞ്ഞ് ആ ബൈബിളിൽ മോസസ് എന്ന് പേരെഴുതി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇടയായി. അങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഒരിക്കൽ ചാപ്പൽ സർവീസിന് ഫാസ്റ്റർ മാത്യു കോശി എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ വചനം സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവന് വേണ്ടി ഒരു ഞാങ്ങണക്കുട്ടനും വാങ്ങി എന്നുള്ള വചനം ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ അദ്ദേഹം അനന്തമായി പറഞ്ഞു, 4-ാമത്തെ ബെഞ്ചിലിരിക്കുന്ന സഹോദര, നിന്നോടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. നിനക്കൊരു സന്താനത്തെ ദൈവം നൽകി തരുമെന്ന് പറയാനിടയായി. പക്ഷേ ഒരു ഭാഗത്ത് വൈദ്യശാസ്ത്രം സന്താനങ്ങൾ ഉണ്ടാവുകയില്ല എന്ന വിദ്യയിൽപ്പെട്ട സ്ഥാനത്ത് ഞാൻ വിശ്വാസം ലഭിച്ചു, ദൈവം എനിക്ക് വേണ്ടി ഒരു മകനെ നൽകി തരും. എന്നിട്ട് ഞാൻ ആ ദൈവത്തിന്റെ ദാസനെ ഈ ബൈബിൾ കൊണ്ട് കൊടുത്തിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സാറേ, എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ദൈവം എനിക്കൊരു മകനെ നൽകി തന്നാൽ ഞാൻ ഇന്ന് മോസസ് എന്ന പേരിടുമെന്ന് പറഞ്ഞ് അദ്ദേഹവും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയായി. കോട്ടയത്തിനടുത്തുള്ള മാങ്ങാനം മന്ദിര ഹോസ്പിറ്റലാണ് എന്റെ ഭാര്യയെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ വീണ്ടും ദൈവം അത്ഭുതങ്ങളെ ചെയ്ത ഒരു അടയാളത്തിന് അനുഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾ മന്ദിര ഹോസ്പിറ്റലിലെ ഡോക്ടർ ശിവശാമ ഡോക്ടറെ ചെന്ന് കാണുകയും അവർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് പറഞ്ഞിരിക്കാനിടയായി. പെട്ടെന്ന് ഡോക്ടറുടെ റൂമിൽ ഒരു വാക്യം എഴുതി വെച്ചിരിക്കുന്നു. എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, നിന്റെ വഴി യഹോവയെ ബന്ധിപ്പിക്കുക. ഒരു വചന സന്ദർശനം കേൾക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. ആ പ്രസംഗത്തിൽ ഭക്തനായ ജോസഫ് ഫറവോ രാജാവിന് മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്നൊരു വാക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫറവോ രാജാവ് ചോദിക്കുകയാണ്, ജോസഫിനോട് ചോദിച്ചു, സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ള ആ മിടുക്കൻ നീയാണോ എന്ന് ചോദിക്കുമ്പോൾ ജോസഫ് ഫറവോ രാജാവിനോട് പറയുന്നത് ഇങ്ങനെയാണ്, രാജാവേ, ഞാനൊരു മിടുക്കനൊന്നുമല്ല, എന്നെക്കാൾ ഒരു മണ്ടൻ ലോകത്തിലില്ല രാജാവേ. പക്ഷേ ഞാനൊരു മണ്ടനാണെങ്കിലും എന്റെ ദൈവം മിടുക്കനാണെന്നുള്ള ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതിന്റെ മനസ്സിൽ ഞാൻ ഉൾക്കൊണ്ടു. ഞാൻ എന്നിട്ട് രാത്രി ഞങ്ങൾ കരക്കൊടുത്ത് ദൈവത്തോട് ദൈവമേ, ഞങ്ങളുടെ കഴിവുകേടുകൾ കഴിവുള്ളതാക്കി മാറ്റുവാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നീ ഞങ്ങൾക്ക് സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ശിവശാമ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിനെ കീഴി കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് തലമുറ നൽകി തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. 2000-ൽ ആണ് എന്റെ ഗ്രാജുവേഷൻ നടന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, 2000 ജൂലൈ മാസം 27-ാം തീയതി 3 കിലോ 400 ഗ്രാം ഭാരത്തോടുകൂടെ ദൈവം എനിക്കൊരു മകനെ നൽകി തന്നു. എന്നാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരമുണ്ട്. AB നെഗറ്റീവ് ഗ്രൂപ്പായ എന്റെ ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പിനെ O പോസിറ്റീവായിട്ട് മാറ്റിയിട്ടാണ് ദൈവം എനിക്ക് സന്താനത്തിന് നൽകുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ തുടർന്നും ദൈവത്തെ അത്ഭുതത്തിന് അനവധി കരങ്ങൾ അനുഭവിച്ചിരുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ദൈവത്തിന്റെ വചനവും പഠനവും ശേഷം
ആരംഭകാല സുവിശേഷ പ്രവർത്തനങ്ങൾ വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ സംഘടന അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ആ ദൈവം എനിക്ക് ദാനമായി നൽകിയിട്ടുള്ള കൈക്കുഞ്ഞുമായി കോട്ടയത്തിനടുത്തുള്ള അണ്ണാടിവയലിനടുത്തുള്ള മണൽക്കാടിനടുത്തുള്ള അണ്ണാടിവയൽ സന്ധിക്കാൻ ഞങ്ങൾ ഭവനത്തിലേക്ക് ലക്ഷ്യമാക്കി കടന്നു. ആ ഭവനത്തിൽ ഞങ്ങൾ തിരസ്കരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായപ്പോൾ അണ്ണാടിവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കരിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇനി എന്റെ കുഞ്ഞ് വിശന്ന് കരഞ്ഞാൽ നീ എന്റെ കയ്യിൽ പണം നൽകണം, അല്ലെങ്കിൽ ഇവൻ വിശന്ന് കരവാൻ നീ അവന്റെ അവസരം ഉണ്ടാക്കി ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കാൻ വരിക. എന്നാൽ ദൈവത്തിന് വിശുദ്ധാത്മ അവന്റെ മുറിവുകളെ കിട്ടിയത് ഇങ്ങനെയാണ്. അത് ഒരു വരി ചില വാക്കുകളായി എഴുതി അത് ഞാനൊന്ന് പാടി കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കില്ല. മനമതിൽ സ്നേഹ കടല എൻ പ്രിയതാര നിൻ ദിവ്യ സ്നേഹം എന്നുമെന്നാശ്വാസമായി. എൻ പ്രിയതാര നിൻ ദിവ്യ സ്നേഹം എന്നുമെന്നാശ്വാസമായി. ഉറ്റബന്ധങ്ങൾ അറ്റകലുമ്പോൾ നിൻ തിരുമാഭയം. ഉറ്റബന്ധങ്ങൾ അറ്റകലുമ്പോൾ നിൻ തിരുമാഭയം. മുറ്റും നിനക്കായി സാക്ഷ്യമതാവാണ് നിൻ തിരുപ്പാദം ശരണം. മുറ്റും നിനക്കായി സാക്ഷ്യമതാവാണ് നിൻ തിരുപ്പാദം ശരണം എന്ന പാടി ഞാൻ ദൈവത്തിൽ ആസ്വദിപ്പാൻ ഇടയായിത്തീർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം ഇന്ന് എനിക്ക് മൂന്ന് മക്കളിൽ 2 ആൺകുഞ്ഞുങ്ങളിൽ ഒരു പെൺപൈതലിനെ നൽകുവാൻ ഇടയായിത്തീർന്നു. പിറ്റേ പ്രഭാതത്തിൽ ഞങ്ങളൊരു പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ദൈവത്തിന്റെ ദാസൻ ഞങ്ങളുടെ അടുത്ത് കടന്നു വന്നിട്ട് എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ദൈവാലോചന പറഞ്ഞു, മകനെ, ഇന്നലെ രാത്രി നീ തെരുവിൽ നിലവിളിച്ചത് ദൈവം തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. നീ തലമുറയെ ഓർത്ത് ഭാരപ്പെടേണ്ട, അവരുടെ ജീവിതമോ അവരുടെ വിദ്യാഭ്യാസമോ ഒന്നും ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ദൈവം അവന് വേണ്ടി വഴികളെ തുറക്കുമെന്ന് പറയാൻ കഴിയാത്തതാണ്. ഇന്നത്തെ മൂത്ത മകൻ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു സ്ഥാപനത്തിൽ ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, അവന്റെ വിദ്യാഭ്യാസം നമ്മൾ നടന്നു. അവൻ എങ്ങനെ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുവെന്നും എനിക്കറിയാൻ സാധിക്കുന്നില്ല. ആരിലൂടെയൊക്കെയോ ദൈവം അതിനുള്ള വഴികളെ തുറന്നു. ഒരിക്കൽ എറണാകുളം ജില്ലയിലെ മുത്തോലപുരം എന്ന് പറഞ്ഞ സ്ഥലം ലിസാറ്റ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് എന്റെ മകൻ പഠിക്കുവാൻ ഇടയാക്കുന്നത്. ഒരു സന്ദർഭത്തിൽ മകനുമായി ഞാൻ കടന്നു പോകുമ്പോൾ അവനോട് പറഞ്ഞു, അപ്പൊ എന്റെ പഠനം തീരുമെന്നാണ് തോന്നുന്നത്, ഫീസ് അടയ്ക്കാൻ യാതൊരു നിവൃത്തിയുമില്ലല്ലോ, ഞാൻ ബാഗ് നോക്കിയെടുത്ത് മടങ്ങിപ്പോരുകയാണെന്ന് പറഞ്ഞു. ഞാൻ വാഹനം ഓടിച്ച് കടന്നു പോകുമ്പോൾ ഈ വാഹനത്തിന് പിറകിലെന്നുകൊണ്ടാണ് മകൻ ഇങ്ങനെ സംസാരിച്ചതെങ്കിലും എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പോലെ ആലോചന പറഞ്ഞിട്ടുണ്ട്, നീ ബാധപ്പെട്ടെന്ന് പറഞ്ഞു. കുറെ മുൻപോട്ട് വരുമ്പോൾ ഒരു പോലീസുകാരൻ ബൈക്കിനെ കൈ കാണിച്ച് നിർത്തി. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഹെൽമെറ്റിന് ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണോ കണ്ണു നിറഞ്ഞ ഒഴുകുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ എന്റെ ഉള്ളിലെ പ്രയാസം എന്ന് പറഞ്ഞാൽ തലമുറ വിദ്യാഭ്യാസം അവരുടെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ പതറി പോകുവാനിടയായി. പക്ഷെ അന്ന് ഞങ്ങൾ ഈ പകൽ സമയത്താണ് ഈ വചനം സംസാരിക്കുന്നതെങ്കിലും ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു വാത്സല്യ മാതാവ് വിദേശ രാജ്യങ്ങളിലാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെ ഞങ്ങൾ പരിചയപ്പെട്ടില്ല. പക്ഷേ അന്ന് ആ വാത്സല്യ മാതാവിന്റെ പേര് വത്സമ്മ എന്നാണ്. അവർ വിദേശത്തിൽ നിന്നുകൊണ്ട് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ അയൽപക്ക ഭരണത്തിലേക്ക് വിളിച്ചിട്ട് ഇവിടെ കഷ്ടപ്പെടുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ, ഞങ്ങൾക്ക് അവരെ സഹായിക്കുവാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഇവിടെ ഒരു ദേവദാസൻ കുടുംബമായി താമസിക്കുന്നുണ്ട്, വളരെ പരിമിതമായ ജീവിത സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് പറഞ്ഞ് എന്റെ ഫോൺ നമ്പർ കൊടുക്കുവാൻ ഇടയായി. എന്നാൽ രാത്രിയിൽ
ആ വാത്സല്യ മാതാവ് എന്നെ വിളിച്ചു ചോദിച്ചു, എന്റെ പേര് മോൻസി എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നത്. എന്നോട് ചോദിച്ചു, മോൻസി ഇന്ന ആളാണ് ഞാൻ, വത്സമയ എന്ന് പറഞ്ഞ ആളാണ്, നിങ്ങളുടെ അനുഭവത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഇന്ന് അമേരിക്കയിലാണ് കാത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുമായി. മോൻസിയെ കുറിച്ച് ഞാൻ കേട്ടു. മോൻസിയുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ലതുപോലെ പഠിക്കുന്ന ആളുകളല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ ഒന്ന് സഹായിക്കണമെന്ന് മനസ്സിലാഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അവനെവിടാണ് പഠിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞവൻ ഒത്തോലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഡിസാറ്റ് എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത് പറഞ്ഞപ്പോൾ ആ വാത്സല്യ മാതാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ അവന്റെ ഫീസ് ഞാൻ ഇട്ടേക്കാമെന്ന് പറഞ്ഞ് ഒരു വലിയ തുക ആ വാത്സല്യ മാതാവ് ആ കോളേജിലേക്ക് അയക്കാൻ റെഡിയാക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ തലമുറയുടെ വെളിപ്പെട്ട് വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടുവാനും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനത്തിൽ ചെറുതെങ്കിലും ഒരു ജോലി ചെയ്ത് സുവിശേഷ വേലയ്ക്കും ഒക്കെ അങ്ങനെ ദൈവങ്ങൾക്ക് അവസരം നൽകിയ രണ്ടാമത്തെ മകൻ 8ാം മാസത്തിലാണ് ജനിച്ചത്. അവൻ ജനിക്കുന്നത് ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ വലിയ പ്രയാസകരമായ ഒരു അനുഭവമായത്. അതുകൊണ്ട് പറഞ്ഞു, മകനെ രണ്ടുപേരെ ജീവനോട് കൂടെ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കാമെന്ന് പറഞ്ഞ് ആ ഡോക്ടർമാർ അങ്ങനെ വിധി പറയാൻ വേണ്ടിയ. പക്ഷേ അത്ഭുതമെന്ന് പറഞ്ഞിട്ട് ദൈവം എനിക്ക് രണ്ടാമത്തെ മകനെ കൂടെ നൽകി. അവൻ BBA വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെട്ടിട്ട് അവനും ഒരു ട്രെയിനിങ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതൊരിക്കലും മകളെ ദൈവം നൽകി, അവളുടെ പേര് പ്രറ്റി എന്നാണ്. അവിടെ ദൈവത്തിന് അത്ഭുതകരം അനുഭവിച്ചെടുക്കാൻ ദൈവത്തിന് ഭാഗ്യമുണ്ടായി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒരു പെൺപൈതലിനെ നൽകി അവൾ ജനിച്ച് കരങ്ങളിലേക്ക് നൽകപ്പെട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്റെ മനസ്സ് പകരുവാനിടയായി. കാരണം ഈ മുഖത്തിന്റെ ഈ ഭാഗം കാണുവാൻ സാധിക്കാതെ പോലെ മാംസം ഇങ്ങനെ മറിഞ്ഞു കിടന്ന് കണ്ണ് കാണാൻ സാധിക്കാത്ത ഒരു അനുഭവമായിരുന്നു. എങ്കിലും ദൈവം എനിക്ക് അനുഗ്രഹമായി നൽകിയതല്ലേ. ആ പെൺകുഞ്ഞിനെ കയ്യിൽ വാങ്ങുന്ന ആ ഹോസ്പിറ്റലിന് മുമ്പിൽ മുട്ടുകുത്തി ഞാൻ ദൈവത്തോട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ പീരുമേടിനടുത്തുള്ള LMS എന്ന് പറഞ്ഞ സ്ഥലത്ത് സുവിശേഷം വരെ ചെയ്യുകയായിരുന്നു. രാത്രി ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എനിക്ക് കുഞ്ഞിനെ കൂടെ ദാനമായി നൽകി, പക്ഷേ വികലമായ ഒരു ശരീരാനുഭവത്തോടു കൂടിയാണല്ലോ താമസിച്ച് പറഞ്ഞു. ഞാൻ ദിവസം സംഘടനകളിൽ പകരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് പറഞ്ഞു, വീട്ടിലേക്ക് ചെല്ലുക. ഒരു പാത്രം ചീത്തയായി പോയെങ്കിലും അതിനെ കളവാൻ അതിനെ ക്രിസ്തുവിന് മനസ്സായില്ല. അതിനെ തനിക്ക് തോന്നിയ ഒരു മാനപാത്രമാക്കി തീർത്തുവെന്ന് വചനം എന്നെ വചനത്തിൽ ആത്മാവിൽ ഉറപ്പിച്ചു. അപ്പോഴും ചില വാക്കുകൾ എനിക്ക് നൽകി തന്നത് ഞാൻ പാടി ആസ്വദിക്കുവാൻ ഇടയാക്കുന്നത്, ഏകുന്നു നാഥ നിൻ കൈകളിൽ ഏഴയാണെന്നുടെ ഈ ജീവിതം, പണിയേണമേ തവ കരതാരിലെന്നുടെ മലിനതയകരുന്ന പുതുരൂപമായി. അമ്മ തന്നുദരത്തിൽ മെടലും കൊമ്പെന്റെ അന്തരംഗങ്ങളും അറിയുന്നു നീ. ആ സ്നേഹധാരയ ആശ്വാസമായി എനിക്കാശ്രയം നീയല്ലേ ജീവനാഥ എന്ന് ഞാൻ എഴുതി ദിവസങ്ങൾ പാടി ആശ്വസിച്ചു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ ആ കുഞ്ഞിന്റെ ഈ നെറ്റിയുടെ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. ഒരു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് കൂടാതെ ആ മുഖത്തിന്റെ സൗന്ദര്യം ദൈവം വർദ്ധിപ്പിച്ചു. ഇന്നവൾ നല്ല കാഴ്ചയോടുകൂടെ BCA വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയും പരസ്യ സ്ഥലങ്ങളിൽ എന്നോടുകൂടെ യേശുവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ കടന്നു വരികയും ഈ പാട്ടുകളൊക്കെ പാടി അല്ലെങ്കിൽ ആശ്വാസമായി തീരുവാൻ എനിക്ക് ദൈവം അവസരത്തെ നൽകി. ഞാൻ ഫിലദൽഫിയ ഗോസ്ബൽ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ ദൈവസഭ എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട സഭയിലെ ശുശ്രൂഷകനാണിപ്പോൾ. എന്നാൽ ഞാൻ ആരംഭകാലത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഞാൻ ബൈബിൾ കോളേജിൽ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയ റെയിൽപാളത്തിൽ കടന്നു എന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാനൊരു സുവിശേഷനാകുമ്പോൾ നീ എന്നെ ഈ ട്രാക്കിൽ കൂടെ അയക്കണമെന്ന് പറയാനിടയായി. അങ്ങനെ കോട്ടയത്ത് നിന്നും ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 3 ദിവസം വഴിദൂരെ യാത്ര ചെയ്ത് ഞാൻ സുവിശേഷ വേലയ്ക്കായി കടന്നുപോയി. പക്ഷേ ഓരോ കമ്പാർട്ട്മെന്റുകളിലും മാറി മാറി ഞാൻ പറഞ്ഞു പാടുകയും പറയുകയൊക്കെ ചെയ്ത് ഒരു സാക്ഷ്യം ഇങ്ങനെയാണ്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അനേകരോട് സാക്ഷ്യം പ്രസ്താവിക്കുകയും ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് സുവിശേഷ വേല ചെയ്യുവാനും ഗുജറാത്തിനടുത്തുള്ള സോൺഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അനേകരോട് സുവിശേഷ വേല ചെയ്യുവാനും ഒക്കെ എനിക്ക് അവസരം ദൈവം നൽകി തന്നു. എന്നാൽ അവിടെയും സുവിശേഷ വിരോധികളുടെ പ്രയാസകരമായ അവസരങ്ങൾ കടന്നു വന്നപ്പോൾ ഒരു ആള് എന്നെ ബൈക്കെടുക്കുകയും എന്റെ ഇടത്തെ തോളിരുന്ന് പോവുകയും അങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഞാൻ ഇവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് ദൈവം എനിക്ക് ഒരു വിശ്വാസിയെ നൽകി തന്നത് ഒരു മാനസിക രോഗിയായ ഒരു സ്ത്രീയാണ്. പുതുപ്പള്ളിക്കടുത്തുള്ള എരമലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥനയുമായി കടന്നു പോകുമ്പോൾ അവിടെയുള്ള മേരിഗിരി പള്ളി എന്ന് പറഞ്ഞ ഒരു പള്ളിയുടെ അടുക്കൽ ഒരു സ്ത്രീ ഇരിക്കുന്നത്
ഞങ്ങൾ ചോദിച്ചു എന്താ ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ എന്തൊക്കെ അവ്യക്തമായ വാക്കുകൾ പറയുന്നത് കേട്ടു. ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് കാലിൽ ഒരു കയറ് പിരിച്ച് തുണി കൊണ്ട് കയറ് പിരിച്ച് കെട്ടിയിരിക്കുന്ന ചങ്ങലയിൽ നിന്ന് അഴിഞ്ഞു വന്നത് ആണ് ആ പ്രിയപ്പെട്ട സഹോദരി കണ്ടത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നോട് ആർക്കും സ്നേഹമില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ലെന്ന് പറയുന്ന വാക്കുകൾ കേട്ടു. അദ്ദേഹത്തിന്റെ പേര് മോളി എന്നാണ്. ഞാൻ പറഞ്ഞു, മോളി ആന്റി, അങ്ങനെയുള്ളവരെ സ്നേഹിക്കുവാനല്ലേ യേശു കടന്നു വന്നത്? യേശു എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു തെരുക്കോണിൽ ഒരു മാനസിക രോഗിയായിട്ടോ ഏതെങ്കിലും ഒരു റെയിൽ പാളത്തിൽ ചിതറപ്പെട്ട കുറെ മാംസകൃഷ്ണങ്ങളോ ആയിരിക്കാതെ എന്നെ യേശു സ്നേഹിച്ചു, നിങ്ങളെയും യേശു സ്നേഹിക്കുമെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ടവരുമായി അതിലേക്ക് ചെല്ലുമ്പോൾ പാർക്കുകയായിരുന്ന ഒരു മാതാവും മകൻ. പിന്നെ ഞങ്ങൾ അവിടെ സ്ഥിരസന്ദേശകരായി അങ്ങനെ വീടുമായി ബന്ധം പുലർത്തി. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന് മാനസിക രോഗം കൂടി മാങ്ങാനം മന്ദിര വസ്തുവിലെ വിശ്രാന്തി എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിൽ അവരെ കൊണ്ടിടുവാനായിട്ട് അവിടെ കൊണ്ടിട്ടപ്പോൾ അവർ പറഞ്ഞത്, എനിക്കിപ്പോൾ കുഞ്ഞാങ്ങളെ കാണണമെന്നാണ് അവർ പറഞ്ഞത്. അവിടെ ബന്ധുക്കൾക്കൊന്നും മനസ്സിലായിട്ട് ആരാണ് ഈ പറയുന്ന കുഞ്ഞാങ്ങളെ എന്ന് മനസ്സിലായി. പക്ഷേ അവിടെ അമ്മ പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ഒരു പാസ്റ്റർ വരുന്നുണ്ട്, അദ്ദേഹത്തെയാണ് ഇവർ കുഞ്ഞാങ്ങളെ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നെ തിരക്കി അവർ കടന്നു വരികയും ഞാൻ ആ വിശ്രാന്തി ഭവനത്തിൽ കടന്നു നിന്നപ്പോൾ ഒരുപാട് മാനസിക വൈകല്യം ബാധിച്ച ആളുകളുടെ ഇടയിൽ നിലത്ത് പേപ്പർ വിരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രിയപ്പെട്ടവളെ കാണുവാനിടയാണ്. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ശക്തീകരിച്ചു. ഞാൻ ആ പ്രിയപ്പെട്ടവളെ കരഞ്ഞിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു സമാധാനം പ്രാപിക്കപ്പെട്ടവരായി അവർ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങനെയാണ് എനിക്കൊരു സ്വഭാവപ്രവർത്തനം ആരംഭിക്കുവാൻ ഇടയായിരുന്നത്. എങ്കിലും പരസ്യ സ്ഥലങ്ങളിൽ യേശുവിനെ സാക്ഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇന്ന് ശക്തമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ സഭയിലെ ശുശ്രൂഷനായിട്ട് ചെയ്യുവാൻ എനിക്ക് അവസരമുണ്ട്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഓർമ്മയ്ക്കൽ ജംഗ്ഷനിൽ കടന്നുപോയി ഞാൻ ഒരു പരസ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ ശ്രീ പോൾസൺ കണ്ണൂർ എഴുതി ആലപിച്ച കരയെഴുതേ എൻ മനമേ, കരയെഴുതേ എൻ മനമേ, കരുണാമയം കൂടെ കനിയൻ കരം നീട്ടി കനിയണമേ, കരുണാമയ. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഒരു മാനസിക രോഗിയായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ രണ്ട് കൈയിലും ഏതോ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് ഏതൊക്കെയോ ചില സാധനങ്ങൾ വഴിയിൽ നിന്ന് പെറുക്കിയ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു 3-4 ഡ്രസ്സുകൾ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ഒരു വർണ്ണക്കുട ചൂടിയായിട്ടാണ് അദ്ദേഹം ദൂരെ നിന്നത്. അദ്ദേഹം ഈ പാട്ട് പാടിക്കൊണ്ട് എന്റെ അടുക്കൽ വന്ന് എന്നോട് ചേർന്ന് നിന്നു. ഞാൻ അല്പം ഭയപ്പാടോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചതെങ്കിലും പെട്ടെന്ന് ഞാൻ സ്നേഹത്തോടു കൂടെ പറഞ്ഞു, സഹോദര, നല്ല വെയിലല്ലേ, എനിക്ക് അല്പം തണൽ തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം എനിക്ക് കുട ചൂടി തന്നു. 1 മണിക്കൂറോളം ഞാൻ അവിടെ വചനം സംസാരിച്ചു. അദ്ദേഹം എന്നോട് മൈക്ക് ആവശ്യപ്പെട്ടു. ഞാൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് മൈക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് അദ്ദേഹം ഏറ്റുപറവാനിടയായിരുന്നു. പെട്ടെന്ന് ദൈവാത്മാവിൽ ഞാൻ ശക്തിപ്പെട്ട് അദ്ദേഹത്തിന്റെ കരം പിടിച്ച് ഞാൻ ദൈവത്തോട് തരുമെങ്കിൽ വാത്സല്യ സഹോദരനെ നീ വിടുവിക്കണമേ, ഇതിനാരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്റെ അടുത്ത് നീ കൊണ്ടുവന്നല്ലോ, നീ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പ്രാർത്ഥനയോട് പറഞ്ഞയക്കുവാനായി. പക്ഷേ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ഒരു 50 രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നത് പെട്രോൾ അടിച്ചിട്ടാണ് ഞാൻ അവിടെ ഒരു ദൈവനിയോഗത്തിൽ ചെന്ന. പക്ഷെ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ള ഭാരം എനിക്കുണ്ടായിരുന്നെങ്കിലും ഞാൻ ദൈവത്തോട് പറഞ്ഞ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നീ അവനെ സൗഖ്യമാക്കി സൗഖ്യത്തോടുള്ള സുബോധമുള്ളവനാക്കി എന്റെ മകനാക്കി തീർക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായിട്ടുണ്ട്. 2005 എന്ന് പറഞ്ഞ വർഷം എന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായ വർഷമായിരുന്നു. 10 വർഷം മുമ്പുള്ള പെത്തടിമ ഗുളികകളുടെ സൈഡ് എഫക്ട് എന്റെ വൃക്കകളുടെ പ്രവർത്തനം നിലച്ച് ഞാൻ ചില മാസങ്ങൾ ആശിക്കപ്പെടുകയിൽ അന്തിമുറങ്ങിയ ഒരു അനുഭവമുണ്ട്. നേരം പുലരുമ്പോൾ ഉൾപ്പിടിക്കുന്ന അനുഭവത്തിൽ ഞാൻ ആയിരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഒരു രാത്രി മരണത്തിന്റെ ദൂതൻ എന്റെ അടുത്ത് കടന്നു വന്നു. എന്റെ കണ്ണുകൾ മറിഞ്ഞു വന്നു. എന്റെ മൂക്കിനകത്ത് എന്റെ ശ്വാസത്തിന്റെ ഗതി മന്ദമായപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ മൂക്കിനകത്ത് വെള്ളി വെച്ച് നോക്കി ശ്വാസമുണ്ടോ എന്ന് അറിയുവാൻ. ആ രാത്രി ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ചേർത്തണച്ചിട്ട് ദൈവത്തോട് ഇങ്ങനെ ദൈവമേ, ഈ രാത്രി നീ എന്നെ എടുക്കരുത്, ഈ കുഞ്ഞുങ്ങൾ സുവിശേഷ വേലക്കാരായി തിരുന്നത് കാണാമെന്ന് നീ എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ കിടക്കയിൽ കിടന്നാണെങ്കിലും കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചട എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കുഞ്ഞമ്മ എന്ന് പറഞ്ഞൊരു ദേവദാസിക്ക് ദൈവത്തിന്റെ വിശുദ്ധാത്മാവിങ്ങനെ പറഞ്ഞു, നീ പ്രഭാതത്തിൽ മാന്തുരിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു പോവുക, അവിടെ എന്റെ ഒരു ദാസൻ മരണവശനായി കിടക്കുന്നു, അവന്റെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കൊച്ചട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും പുലർച്ചെ 4:15 കടന്നു വരുന്ന സന്തോഷം എന്ന് പറഞ്ഞൊരു ബസ്സിൽ കയറി
8:45 സമയമായപ്പോൾ കറുകച്ചാലിനകത്തുള്ള മാകുട്ടികൾ പറഞ്ഞ സ്ഥലത്ത് കടന്നു വന്നിട്ട് എന്റെ വീടിന് ലക്ഷ്യമാക്കി കടന്നു വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ കരമുയർത്തി മരണത്തിന്റെ ദൂതരെ ശാസിച്ചെങ്കിൽ എന്നോട് പറഞ്ഞു, സഹോദര, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നിയോഗിച്ച് അയച്ചതാണ്. അതുകൊണ്ട് ചില ദിവസങ്ങൾ ദൈവത്തിന്റെ മുടങ്കാലികൾ കൊടുക്കുവാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. 2.5 ദിവസമായപ്പോൾ എന്റെ കഠിനമായ ആ രോഗത്തിന്റെ ഇവരെ സൗഖ്യമാക്കി മെഡിക്കൽ കോളേജിലെ അത്ഭുതം എന്ന് പറയട്ടെ, അതിശയകരമായ അത്ഭുതമായി അറിയിക്കാത്ത അനവധി മേഖലകളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇത്രയും അനുഭവത്തിന്റെ സാക്ഷ്യങ്ങൾ മാന്യ ശ്രോതാക്കളുമായി പ്രിയപ്പെട്ട TV ചാനലിലൂടെ എന്റെ എനിക്ക് അവസരം നൽകിയ ബഹുമാനപ്പെട്ട ഇതിന്റെ ഡയറക്ടേഴ്സിനോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ പറയുമ്പോൾ എന്നെ പോലെ തകർന്നവരായി തകർന്ന മനസ്സുടമകളായി പരിഹരിക്കപ്പെടുവാൻ സാധിക്കാത്ത അനവധി പ്രശ്നങ്ങളുമായി ഭാരപ്പെടുന്ന അനവധി ആളുകൾ ഇത് കേൾക്കുന്നുവെങ്കിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളാകുന്ന സർവശക്തനാധിപം സകല പ്രശ്നങ്ങൾ മതിയാവിനാണ്. നിങ്ങളുടെ ഭാരം മുകളിൽ വെച്ചുകൊള്ളുക. അവൻ എന്നെ പുലർത്തുന്ന ദൈവത്തിന്റെ ആശ്വാസങ്ങൾ അനുഭവത്തിലൂടെ എനിക്ക് അനുഭവിച്ച് ഒരുപാട് ഭാഗ്യം നൽകി തന്നു. ഈ സമയത്ത് ഈ ബഹുമാനപ്പെട്ട ഈ TV ചാനലിലൂടെ എനിക്ക് തുറന്നു പറയുവാൻ അവസരം നൽകി തന്ന ഇതിനെ നടത്തിപ്പുകാരായ ശ്രേഷ്ഠന്മാരായ എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് അവസരം നൽകി തന്ന സാറിനോടും എന്റെ മാന്യ ശ്രോതാക്കളോടും യേശുക്രിസ്തു നാമത്തിൽ വന്ദനം അറിയിക്കുകയും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്ര നിമിഷം എന്നെ കേൾക്കുവാൻ മാന്യ ശ്രോതാക്കൾക്ക് അവസരമുണ്ടായാലും ഈ സാക്ഷ്യം പ്രസ്താവിക്കുന്നതിന് എനിക്ക് ദൈവം ഭാഗ്യം നൽകി തന്നു. ഈ സമയത്ത് ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് എന്റെ ഈ വാക്കുകൾ ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇതിനവസരം നൽകിയ പ്രിയപ്പെട്ടവർ ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ റോമിൽ സ്വർഗീയ പിതാവേ, അനുകരിക്കപ്പെടുന്ന പാടുന്നു. ഈ പ്രഭാതയുടെ പാദത്തിൽ കടന്നു വരുവാൻ സ്തുതിക്കുന്നു. TV ചാനലിലൂടെ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യം ഇളയവനെ പങ്കുവയ്ക്കുവാൻ സ്വർഗം എനിക്ക് നൽകിയ ഭാഗ്യത്തെ സ്തുതിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ സ്വർഗം മാനിക്കണമേ. അതനേക ഇടങ്ങളിൽ കർത്താവേ ഈ പ്രവർത്തനം വ്യാപിപ്പാൻ സഹായിക്കണമേ. കേൾക്കുന്ന അനേക വ്യക്തികളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും വിടുതലും നന്മയ്ക്ക് കാരണമാക്കുവാൻ സഹായിക്കണം കർത്താവേ. നിങ്ങൾ അധിക പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരുകയും ഞാനതിനെ പരിഹരിക്കാമെന്ന വചനമാകെ ദൈവത്തിൽ സ്തുതിക്കുന്നു കർത്താവേ. അവൻ പകൽക്കാലങ്ങളിൽ കേട്ട എല്ലാവരും സുഖം അനുഗ്രഹിക്കണമേ. സകല പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളാകെ സർവ്വ സാന്നിധ്യം അനുഭവിക്കാൻ ഭാഗ്യം നൽകണമേ. കർത്താവേ അനുഗ്രഹമാക്കി സമർപ്പിക്കുന്നു. എളിവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ കാട്ടുന്നു കർത്താവേ. വാഴ്ത്തുന്നു താങ്ക് യു കർത്താവദാസൻ പ്രിയ മോൻസ് ജോൺ അവറുകൾ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TVയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സംഭവബഹുലമായ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ കർത്താവിന് വേണ്ടി കുടുംബമായി ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന് പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വിധങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെങ്കിൽ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് യഥാർത്ഥമായി വരുന്നതിന് മുൻപുള്ളതായ കാലയളവിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എത്രയോ പ്രിയപ്പെട്ടവർ സമസൃഷ്ടങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ നടുവിൽ നിന്ന് കർത്താവ് നമുക്ക് ജീവൻ തന്ന് സൗഖ്യം തന്ന് മരണത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് ആത്മഹത്യയിൽ നിന്ന് പാപത്തിൽ നിന്ന് കർത്താവിൻ്റെ ക്രൂസിലെ സ്നേഹത്താലും ആ അണിപ്പുള്ള കരം നീട്ടിയും നമ്മെ അത്ഭുതകരമായി ചേർത്തണച്ചതുകൊണ്ട് ഇന്ന് ഈ ഒരു സാക്ഷ്യം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ. ദൈവദാസൻ്റെ ജീവിതത്തിൽ ഇനിയും ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ. കർത്താവിന് വേണ്ടി ദീർഘായുസ്സോടെ ജീവിച്ചിരുന്ന നല്ല സാക്ഷ്യം പ്രസ്താവിപ്പാൻ കർത്താവിനെ ഉയർത്തുവാൻ ഏറെ വേദികൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി
നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com